ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വണ്ണമുള്ളവർക്ക് ഏതൊക്കെ സ്ലീവ് ആണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പ്. സോ പ്ലസ് സൈസുകാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. നമ്പർ 1 3/4 സ്ലീവ് ആണ്. വണ്ണമുള്ളവർക്ക് സേഫ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണ് 3/4 സ്ലീവ്. 3/4 സ്ലീവ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയുടെ വണ്ണം കുറച്ച് സ്ലിം ആയിട്ട് തോന്നിക്കും. അതുകൊണ്ട് വണ്ണമുള്ളവര് കൂടുതലും ചൂസ് ചെയ്യേണ്ട ഒരു സ്ലീവ് ആണ് 3/4 സ്ലീവ്. നമ്പർ 2 വന്നിട്ട് എൽബോ സ്ലീവ് ആണ്. അതായത് 3/4 സ്ലീവ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാകും. എൽബോ സ്ലീവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കും. ആ സ്ലീവും നമുക്ക് വണ്ണമുള്ളവർക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എല്ലാ ടൈപ്പ് ഡ്രസ്സസിനും ഈ എൽബോ സ്ലീവ് കൂടുതൽ വണ്ണമുള്ളവർക്ക് സൂട്ട് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സെക്കൻഡ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ബെൽ സ്ലീവ് ആണ്. ബെൽ സ്ലീവ് ഇവിടെ നമുക്ക് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കും. വണ്ണമുള്ളവർക്ക് ഈ ബെൽ സ്ലീവ് നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു സ്ലീവ് ആണ്. അതുകൊണ്ട് ഫാറ്റ് കുറച്ച് കാണിക്കും, നല്ല സ്റ്റൈലിഷ് ലുക്കുമായിരിക്കും. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ആണ് ബെൽ സ്ലീവ്. അത് വണ്ണമുള്ളവർക്ക് ചൂസ് ചെയ്യാം. നമ്പർ 3 വന്നിട്ട് ലൂസ് സ്ലീവ് ആണ്. ഒരുപാട് ടൈറ്റ് ഫിറ്റ് ആവാതെ ലൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വണ്ണം കുറഞ്ഞ് കാണിക്കും. ഓവർ ടൈറ്റ് ആണെങ്കിൽ ഹെവി സ്ലീവ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ലൂസ് സ്ലീവ് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് ബലൂൺ സ്ലീവ് ആണ്. ഹെവി ബലൂൺ സ്ലീവ് അവോയ്ഡ് ചെയ്തിട്ട് ചെറിയ ബലൂൺ സ്ലീവ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്യാവേ. ചെറിയ ടൈപ്പ് ബലൂൺ സ്ലീവ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല സ്ലിം ആയിട്ടിരിക്കും കേട്ടോ. എനിക്ക് ഒരുപാട് ഡ്രസ്സസിൽ ബലൂൺ ടൈപ്പ് സ്ലീവ്സ് ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. അത് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വണ്ണം കുറഞ്ഞ് തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഏതൊക്കെ സ്ലീവുകളാണ് ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ലീവുകളൊക്കെ, നേരത്തെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ സ്ലീവുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻസ് ആയിരുന്നു. ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടുള്ള ഹെവി ടൈറ്റ് ആയിട്ടുള്ള സ്ലീവുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമുക്കൊരു ധാരണയുണ്ട്, സ്ലീവ് ഹെവി ആയിട്ട് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് സ്ലിം ആയിട്ടിരിക്കുമെന്ന്. സോ അത് തെറ്റായ ധാരണയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഹെവി ടൈറ്റ് ആയിട്ടുള്ള സ്ലീവുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ട് ലേയേർഡ് ടൈപ്പ് സ്ലീവ്സ് ഉണ്ട്. ലേയേർഡ് ടൈപ്സ് സ്ലീവും നമ്മൾ വണ്ണമുള്ള ആൾക്കാര് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് കൂടുതൽ വണ്ണമായിട്ട് തോന്നും. അതായത് ഇങ്ങനെ ലേഡ് ആയിട്ടുള്ള സ്ലീവ്സ് ഒക്കെ ചുരിദാറിൽ യാതൊരു കാരണവശാലും ചുരിദാറിലും ബ്ലൗസസിലും അത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് ഷോർട്ട് സ്ലീവ്. ഷോർട്ട് സ്ലീവും വണ്ണമുള്ളവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഷോർട്ട് സ്ലീവ് യൂസ് ചെയ്യുമ്പോൾ കൈ സ്ലീവ് ഹെവി ആയിട്ട് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് വണ്ണമുള്ള എല്ലാവരും ആ ടൈപ്പ് സ്ലീവ്സ് അവോയ്ഡ് ചെയ്തിട്ട് 3/4 എൽബോ സ്ലീവ് ഒക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഷോർട്ട് സ്ലീവ് വേണ്ട. നെക്സ്റ്റ് വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. യാതൊരു കാരണവശാലും സ്ലീവ്ലെസ് വണ്ണമുള്ളവര് ധരിക്കാതെ നോക്കുക. അത് കൂടുതൽ വണ്ണമായിട്ട് സ്ലീവ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്ലീവ്ലെസ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് 3/4 എൽബോ സ്ലീവ്, ലൂസ് സ്ലീവ്, ആ ടൈപ്പ് സ്ലീവ് ഒക്കെ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സ്ലീവാണ് പഫ് സ്ലീവ്. അത് പഫ് സ്ലീവ് വണ്ണമുള്ളവർ ഇട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ലുക്ക് തോന്നും. അങ്ങനെ സ്ലീവ് ഭയങ്കര ബൾക്കി ആൻഡ് ഫാറ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ആ സ്ലീവ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ലീവ്സിന്റെ കാര്യങ്ങളൊക്കെ, ഏതൊക്കെ കറക്റ്റ് ആയിട്ട് വെയർ ചെയ്യണം, ഏതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് അതൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ വണ്ണം കുറഞ്ഞ് സ്ലിം ആയിട്ട് കാണിക്കും. ഇത് 100% ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ചെറിയ ടിപ്സുകൾ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ ടോട്ടലി നിങ്ങൾ സ്ലിം ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട്
നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ വണ്ണം കുറച്ച് കാണിക്കും കേട്ടോ. 100% ഗ്യാരണ്ടി ആയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഡ്രസ്സസ് തയ്ക്കുന്നതിലൂടെ നമ്മളുടെ വണ്ണം കുറച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ഡ്രസ്സസിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എന്തായാലും പ്ലസ് സൈസുകാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റും കൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം, അതെന്നും ഉണ്ടാകണം.